സിംഗപ്പൂര് കാക്കകൾ ഇല്ലീഗല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? എന്തൊക്കെയുണ്ട് മുമ്പാരി എന്തൊക്കെയുണ്ട് പരിപാടി. അപ്പോൾ സിംഗപ്പൂരിൽ കാക്കകളെ കൊണ്ടുള്ള ശല്യം കാരണം കാക്കകളെല്ലാത്തിനെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് തോക്ക് വെച്ച് അടിച്ചിട്ടുകൊണ്ടിരിക്കണേ, വെറുതെ പോണ കാക്കകളൊക്കെ വെടിവെച്ചിട്ടുകൊണ്ടിരിക്കണേ. പക്ഷേ കാക്കകളെ കൊണ്ട് ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. കാക്ക തലക്ക് വന്ന് റാഞ്ചണ ആൾക്കാരുടെയൊക്കെ മനസ്സിലായി ഒരു പ്രകോപനം ഇല്ലാണ്ട് മനുഷ്യരെ വന്ന് അറ്റാക്ക് ചെയ്യാണ്. നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ഒരു പെസ്റ്റ് പോലെ വർക്ക് ചെയ്യാണ്. കാരണം ഇവിടെയുള്ള കിളികൾക്കൊന്നും ഫുഡ് കിട്ടണില്ല. ഇവരുടെ നമ്പർ കൂടി വന്നുകൊണ്ടിരിക്കുക മനസ്സിലായി. 2016 7,000 നമ്പറുള്ള കാക്കകൾ ഇപ്പോൾ 2026 ആയപ്പോഴേക്കും 1,60,000 വരെ ആയി. അതായത് ഇവർക്ക് നാച്ചുറൽ പ്രഡേറ്റേഴ്സ് ഇല്ലല്ലോ. കാക്കകൾ അറിയാമല്ലോ, കാക്കകൾ ഒത്തിരി ബുദ്ധി കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പല സാഹചര്യങ്ങളും എസ്കേപ്പ് ചെയ്യും. വലിയ സർവൈവേഴ്സാണ്, അവർക്ക് അങ്ങനെ മരിക്കുന്ന സാഹചര്യങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് സിനിമയിലൊക്കെ പറഞ്ഞത് കാക്ക മരിച്ച് കാണാറില്ലെന്ന്. സത്യം കൊണ്ടാ. പിന്നെ കാക്കയ്ക്കുള്ള ബുദ്ധി നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കാക്ക വെള്ളം കുടിക്കുന്ന സ്റ്റോറിയൊക്കെ. അതേപോലെ ഉള്ളതാണ്. കാക്കയൊക്കെ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നാണ് വന്നേക്കണം. ഞാൻ ഈ ഇടക്കാരാണ്. കാക്കയൊക്കെ നമ്മുടെ നാട്ടിലത്തെ നേറ്റീവ് ബ്രീഡ്സാണ്. അവർ പണ്ട് നമ്മുടെ 1800s 1900s ട്രേഡുള്ള സമയത്ത് കപ്പലിലും ബോട്ടിലൊക്കെ സർവൈവ് ചെയ്ത് വന്നേക്കണേ നമ്മുടെ പല രാജ്യങ്ങളിലേക്ക്. അതായത് സിംഗപ്പൂർ, മലേഷ്യ, ദുബായിലായിട്ടൊക്കെ പോയേക്കണം നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞിടക്ക് കണ്ടാൽ മനസ്സിലാക്കി. നിങ്ങൾക്കും ചിലപ്പോൾ അറിയണമെന്നില്ല കാക്ക ഏതാ നേറ്റീവാണ്. നമ്മുടെ നേറ്റീവ് ഇപ്പോൾ കാക്കയുടെയൊക്കെ എത്ര തലമുറ കഴിഞ്ഞിട്ടും ഇവർ കാക്കേനെ മൈഗ്രൻസ് എന്നാണ് വിളിക്കണം. ഇപ്പോഴുള്ള സിറ്റിസൺഷിപ്പ് കൊടുത്തുള്ള സിംഗപ്പൂർ. അപ്പോൾ ഇവരെല്ലാത്തിനെ വെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദാക്ഷിണ്യമില്ലാണ്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യമാണ്. കാരണം മനുഷ്യർക്ക് ആപത്ത് തലക്കൊന്ന് റാഞ്ചണ അനാവശ്യമായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പല അഭിപ്രായങ്ങളുണ്ടാവും ആൾക്കാർക്ക്. ഇത്തിരി ക്രൂവലാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. പക്ഷേ വേറെ വഴിയില്ല. അപ്പോൾ കാക്കകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ദയവേത് ഈസ്റ്റേൺ ഭാഗത്തും ജുറോങ് ഭാഗത്തേക്കൊന്നും പോകാണ്ടിരിക്കട്ടെ. അപ്പോൾ വേറൊരു വീഡിയോ കാണാൻ ചെയ്യുന്നുണ്ടെങ്കിൽ